നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. വല്ലാത്തൊരു പിരിമുറുക്കത്തോടു കൂടിയാണ് കളി കണ്ടുകൊണ്ടിരിക്കുന്നത്. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ സൗത്ത് ആഫ്രിക്കയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള മത്സരം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ശ്രദ്ധ മുഴുവനും കേരള വേഴ്സസ് ഗുജറാത്ത് മത്സരത്തിലാണ്. നമ്മുടെ ടീം ആദ്യ ഇന്നിങ്സിൽ 2 റൺസിൻ്റെ ലീഡ് നേടിയെങ്കിലും രണ്ടാം ഇന്നിങ്സിൽ ലഞ്ചിന് ശേഷമുള്ള സെഷനിൽ കൊളാപ്സ്ഡ് ആവുന്നൊരു കാഴ്ചയാണ് കണ്ടത്. 4 വിക്കറ്റുകൾ നഷ്ടമായി കഴിഞ്ഞു കേരളത്തിന്. അപ്പോൾ ഗുജറാത്തിൻ്റെ താരങ്ങളുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. കേരളത്തെ ഒരു 150-നൊക്കെ ഓൾ ഔട്ട് ആക്കുകയാണെങ്കിൽ ഒരു 10-20 ഓവറുകൾ അവർക്ക് ചേസ് ചെയ്യാനുള്ള സമയം കിട്ടിക്കഴിഞ്ഞാൽ അത് അടിച്ചെടുക്കുക, അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഡിസ്പൈറ്റ് പിച്ച് ഇപ്പോൾ ഓൾറെഡി ടേണിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് ടേൺ ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അവർക്കത് സാധ്യമാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കളി തോൽക്കുന്നൊരവസ്ഥ ഉണ്ടായ പിന്നെ നമ്മൾ ആദ്യ ഇന്നിങ്സിൽ 2 റൺ ലീഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജയിച്ച ടീമായിരിക്കും ഫൈനലിലേക്ക് പോവുക. സോ എന്ത് പറയണമെന്നറിയില്ല. വല്ലാത്തൊരു പിരിമുറുക്കത്തോടു കൂടിയാണ് ഈ കളി കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ 4 വിക്കറ്റുകൾ നഷ്ടമായി കഴിഞ്ഞു. നമുക്ക് തുടക്കത്തിൽ നഷ്ടമായത്, അതായത് ലഞ്ചിന് ശേഷം ആദ്യം നഷ്ടമായത് അക്ഷയ് അന്ത്രയാണ്. അദ്ദേഹം 1 റൺസാണ് എടുത്തത്. വരുൺ നായനാർ 9 റൺസാണ് എടുത്തത്. വരുൺ നായനാർ 1 റൺസുമായിട്ട് മടങ്ങിപ്പോകുന്ന കാഴ്ച കണ്ടു. പിന്നെ സക്സേനയും രോഹൻ എസ് കുന്നുമ്മലും കൂടി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം. ആ ഘട്ടത്തിലാണ് ഒരിക്കൽ സക്സേനയുടെ LB ഒക്കെ വിളിച്ചു, പക്ഷേ റിവ്യൂ കൊടുത്തു, അത് നമുക്ക് അനുകൂലമായിട്ട് വന്നു. പിന്നെ രോഹൻ എസ് കുന്നുമ്മൽ LBW സിദ്ധാർത്ഥ് ദേശായിയുടെ പന്തിൽ LBയിൽ കുരുങ്ങി, അത് റിവ്യൂ കൊടുത്തു. പക്ഷേ പാഡ് ഫസ്റ്റാണ്, അത് വളരെ കൃത്യമായിരുന്നു. അദ്ദേഹം പ്ലമ്മായിരുന്നു. അദ്ദേഹം പുറത്തു പോകുന്നു. 69 പന്തിൽ നിന്ന് 32 റൺസ് എടുത്ത് അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ കേരളത്തിൻ്റെ 3ാമത്തെ വിക്കറ്റ് 67-3 എന്ന നിലയിലേക്ക് കേരളം വീടും. പിന്നാലെ സച്ചിൻ ബേബി, അദ്ദേഹം ഒരു 4 ഒക്കെ അടിച്ചു. 19 പന്തുകളിൽ നിന്ന് 10 റൺസ് എടുത്ത് നിൽക്കവേ അദ്ദേഹവും LBWയിൽ കുരുങ്ങി മടങ്ങിപ്പോകുന്ന കാഴ്ച. അപ്പോൾ 81-4 ശരിക്കും നെഞ്ചിടിക്കാൻ തുടങ്ങിയിരുന്നു. ഇനി വിക്കറ്റുകൾ തുടരെ വീണാൽ പണി പാളും. ആ ഘട്ടത്തിലാണ് ഇമ്രാൻ ക്രീസിലേക്ക് വരുന്നത്. ഇമ്രാൻ വളരെ ഡിഫെൻസീവായിട്ട് നിന്നു. ഒടുവിൽ ഇപ്പോൾ 31 പന്തിൽ നിന്ന് 8 റൺസുമായിട്ട് ടീയുടെ സമയത്ത് അദ്ദേഹം ക്രീസിലുണ്ട്. ജലക് സക്സേന ഒരു ഭാഗത്ത് 74 പന്തിൽ നിന്ന് 23 റൺസുമായിട്ടും ക്രീസിലുണ്ട്. ഈ ടീയുടെ സമയത്ത് 93-4 അതാണ് കേരളത്തിൻ്റെ രണ്ടാം ഇന്നിങ്സിലെ സ്കോർ. എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലീഡ് 95. ഇനി ഒരു സെഷൻ മുഴുവൻ ബാക്കിയുണ്ട്. വിക്കറ്റ് പോവാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുറച്ച് റൺസ് അടിക്കണം, അല്ലെങ്കിൽ ആ ഒരു നെർവ് സെറ്റിലാക്കാൻ റണ്ണ് വേണമായിരുന്നു. ഗുജറാത്തിനൊരു പ്രതീക്ഷ വരുന്നത് അവരുടെ കയ്യിൽ നിന്ന് റണ്ണ് പോകുന്നില്ല, വിക്കറ്റ് കിട്ടുന്നുണ്ട്. അവരുടെ താരങ്ങൾക്ക് വളരെ പംഡപ്പാണ്. ഫീൽഡിലത് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. അവരുടെ ശബ്ദമുണ്ടാക്കലിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് കാര്യങ്ങൾ പറയുന്നതിലും ഒക്കെ അവർ വളരെ പംഡപ്പാണ്. അത് ഇല്ലാതെയാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് റൺസ് വന്നേ പറ്റൂ. എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. വല്ലാത്ത ഒരു ആശങ്കയിലാണ് കളി കൊണ്ടിരിക്കുന്നത്. പിന്നെ സൽമാൻ നിസാറിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു. അത് ഇപ്പം കൃത്യമായിട്ട് സ്പോർട്സ് വെബിൽ, അതായത് ഹിന്ദുവിൻ്റെ സ്പോർട്സ് ജേർണലിസ്റ്റ് അനീഷ് പത്തിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത്, സൽമാൻ നിസാർ ഹാസ് ബീൻ ടേക്കൺ ടു ദി ഹോസ്പിറ്റൽ ആഫ്റ്റർ ദി നോക്ക് ടു ഹിസ് ഹെഡ് ഓൺ ദി ലാസ്റ്റ് ബോൾ ഓഫ് ഗുജറാത്ത് ഇന്നിങ്സ്. നമ്മൾ കണ്ടിരുന്ന സംഭവമാണല്ലോ. അദ്ദേഹത്തിൻ്റെ തലയിൽ കൊണ്ട പന്താണ് പിന്നെ ക്യാച്ച് ചെയ്യുന്നത് സച്ചിൻ ബേബി. അദ്ദേഹത്തെ വാസ് സ്ട്രെച്ചേഡ് ടു ദി ആംബുലൻസ് എന്നാണ്. സോ അങ്ങനെയാണ് അദ്ദേഹത്തെ ആംബുലൻസിൽ കൊണ്ടുപോയത്. ഇനി കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പക്ഷേ കേരള ക്യാമ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം ജസ്റ്റ് എ പ്രിക്കോഷണറി മൂവ് എന്നുകൂടി അനീഷ് പത്തിയിൽ പറയുന്നുണ്ട്. സോ അദ്ദേഹം സെക്കൻഡ് ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യുമോ ഇല്ലയോ അതൊക്കെ ഇനിയും വ്യക്തമാവേണ്ടതുണ്ട്. കാര്യം ആശങ്കയാണ്. ഒരു ടെസ്റ്റ് ഉണ്ടായി കളി കൈവിട്ട് പോവുകയാണെങ്കിൽ അത് വല്ലാത്ത നിരാശയായിരിക്കും. എന്തായാലും ഇനിയൊരു സെഷനാണുള്ളത്. ആ സെഷൻ നമ്മുടെ കുട്ടികൾക്ക് നല്ല രൂപത്തിൽ അതിജീവിക്കാൻ പറ്റട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.